നിർത്ത്. ഒരാൾ കയറാണ്ട്. പോയിക്കോളി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇവിടെ നിന്ന് കയറണം. ഒരു മാറ്റവും ഇല്ലല്ലോ. എനിക്കൊന്ന് ഒപ്പിച്ചേരാം. പൈസ ആവശ്യമായിട്ടല്ല, ആളെ കിട്ടാഞ്ഞിട്ടാണ്. എടാ നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഇത് കണ്ടോ സർ, നമുക്കൊക്കെ തോന്നുന്നത് അവന് തോന്നുന്നില്ല. ഇവൻ ജന്മനോ അനന്തനാണ്. അനന്തൻ കണ്ണുകൊണ്ടുവിടുന്നു. മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ഇവൻ ബദിരനും മൂങ്ങനുമാണ്. ഞാൻ ഈ പശുവിനെ തീറ്റിച്ചു കഴിഞ്ഞാ നമുക്ക് പോവാം. ഇനി അതൊക്കെ മാറ്റിമറിക്കുന്ന ഒരു ദിവസം ഇനി അത് വരാൻ പോകുന്നില്ല. എനിക്ക് അതൊന്നും കാണാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ വാശി പിടിക്കരുത്. ഇനി ഒരുപാട് ദിവസം കഴിയേണ്ടതല്ലേ? പരിസരമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? കണ്ടേ പറ്റൂ. ഞാൻ അന്ധനാണ്. അന്ധകനാ? എടോ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. സത്യം? പരമാത്രം? അതെ. ഒന്നും കാണുന്നില്ല. ഇല്ല, ശൂന്യത, മുഴുവൻ ഇരുട്ട. എന്റെ ഈശ്വര. നെറുകേടിന്റെ ഒരു ലീഗ് ഉണ്ടാക്കിയ പിന്നെ തടുത്തു നിർത്താനുള്ള കൈക്കരുത്തൊന്നും ഉണ്ടാവില്ല സക്കീർ അലി ഹുസൈന്. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല സക്കീർ ഭായി. നിങ്ങൾക്ക് എന്താ പറ്റുമോ? എത്ര വെള്ളിക്കാശനാടാ നീ എന്നെ ഒറ്റുകൊടുത്ത്. ആരോട് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കും, പക്ഷെ നിന്നോടതുണ്ടാവില്ല. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. പക്ഷെ അതൊന്നും അല്ല തന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കുക. മുഴുവൻ തെന്നി തെറിച്ചെടുക്കുക, സൂക്ഷിച്ച്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. എന്തരായാലും അണ്ണന്റെ നകളി പിത്തരക്കായ സ്ഥിതിക്ക് കാര്യങ്ങൾ കലിപ്പില്ലാതെ പറയുക. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കി. കൊളീന ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിലെ റഫറിമാർക്ക് വേണ്ടിയിട്ട് ഒരു കോച്ചിങ് സെഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് കൊളീന ഇന്ത്യയിലേക്ക് വരുന്നത്. നിങ്ങളെ 4 പേരെ നന്നാക്കാനുള്ള സമയമോ സന്ദർഭമോ ഉണ്ടായിട്ടല്ല. അരമനേന്ന് മെത്രാൻ അച്ഛൻ നേരിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടാ. ഉടായിപ്പ. ആരാ മെത്രാനാ? അല്ല, നിങ്ങള്. ഞാൻ തന്നെ നോക്കണോന്ന്. കഴിഞ്ഞ കൊല്ലത്തെ പൂരം ദാന്ന് പറഞ്ഞു പോയ പോലെ ഉണ്ട്. ഒരു കൊല്ലം പോയ പോക്കേ. കഴിഞ്ഞ കൊല്ലത്തും നമ്മുടെ പല ഡിസിഷൻസും പാളിപ്പോയി. പക്ഷെ ഇക്കൊല്ലം നമുക്ക് എന്തെങ്കിലുമൊക്കെ നടത്തണം ചോദിട്ടാ. ഇനി എന്റെ പ്രതീക്ഷ മുഴുവൻ ഇവനിലാണ്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹം ഇന്ന് പുതിയൊരു മനുഷ്യനാണ് എന്ന് പറയുന്നു. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.